ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഞാനിതിൽ നമുക്ക് സിമ്പിളായിട്ട് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ചന പുലാവിൻ്റെ റെസിപ്പിയും കൂടെ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ഒരു 6:30 ഒക്കെ ആയിട്ടുള്ള ഒരു ടൈമാണ്. രാവിലെ 6:20 അസാന പോയിട്ടുണ്ട്. അപ്പോൾ മോനെ താഴെ കൊണ്ട് ബസ്സിലൊക്കെ കയറ്റി വിട്ടിട്ട് തിരിച്ച് വന്നിട്ട് ആണ് പിന്നെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഈ പൈക്കാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കുവാണ്. അപ്പോൾ രാത്രി തന്നെ ദോശയ്ക്ക് കാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അസാന കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ആകെ ഒരു തിരക്കാണ്, വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇക്കാക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ദോശ വേറൊരു പാത്രത്തിലേക്ക് ആക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ല പോലെ മാവ് പൊങ്ങി നല്ല രീതിയിൽ വരും കേട്ടോ. അപ്പം 6:45 ഒക്കെ ആകുമ്പോഴാണ് ഇക്ക പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ദോശയൊക്കെ ചുട്ട് റെഡിയാക്കി എടുക്കണം. പിന്നെ ദോശ ചുടാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. തലേ ദിവസം രാത്രി ഞാൻ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലത്തേക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ കഴിച്ചിട്ട് പുട്ടും കടലക്കറിയായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് തിളപ്പിച്ച് ഞാൻ അവിടെ തന്നെ സ്റ്റൗവിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്നും കൂടി തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അസാനും കൊടുത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ഇക്കാക്ക് ദോശയും ഇതുപോലെ കടലക്കറി കേട്ടോ കൊടുത്തു വിടുന്നത്. പിന്നെ ലഞ്ചൊന്നും കൊണ്ടുപോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ച് ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല. അപ്പം ഇനിയിപ്പം അപ്പോൾ ദോശയൊക്കെ ചുട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഐസ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഐസ എഴുന്നേറ്റിട്ട് നമ്മൾ ഒന്നിച്ചിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കുന്നത്. അപ്പം ദോശ ഇച്ചിരി ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ ടെൻഷനില്ല. വേറെ എന്തെങ്കിലും ഇപ്പോൾ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പിന്നാലെ കൊണ്ട് നടക്കണം. അപ്പോൾ ദോശ വലിയ കുഴപ്പമില്ല, ഇച്ചിരി ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പം കറിയൊക്കെ പാക്ക് ചെയ്ത് എടുക്കുവാണ്. അപ്പം ആ ഒരു സമയത്ത് കുറച്ച് വെള്ളം ഞാനിങ്ങനെ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദോശയും കറിയും ഒക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അസാന് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ കഴിക്കുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനെ മൂടുണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നൂഡിൽസോ ബ്രെഡ് ആൻഡ് ന്യൂട്ടല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കഴിച്ചിട്ട് വരുവേ. ഇപ്പം ഇച്ചിരി ഇങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് കറിയൊക്കെ കൂട്ടിയിട്ട്. മറ്റേത് എരിയാവെന്ന് പറഞ്ഞിട്ട് കഴിക്കില്ല കേട്ടോ. അപ്പം ഇപ്പം ഇക്കാക്ക് പാക്ക് ചെയ്ത് ഇപ്പം ഇക്ക പോയിട്ടുണ്ട്. അപ്പോൾ 6:45 ചിലപ്പം 6:30 6:35 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇക്ക പോകും കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് നല്ല ട്രാഫിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ തിരിച്ച് വന്നിട്ട് ഇതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുവാണ്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഒരു സമാധാനത്തോടെ എവിടെയെങ്കിലും ഇരിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ ആ ഒരു സിങ്കും അതിൻ്റെ പോർഷനും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഒരു ടവൽ വെച്ചിട്ട് ഞാൻ കഴുകിയിട്ട് അപ്പം തന്നെ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ ആ ഒരു സൈഡിൽ കടല ഇന്നലെ കുതിർക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പം ഉച്ചയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് ചന പുലാവ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ ഇവിടെ മക്കൾക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി. അപ്പോൾ അപ്പുറത്തുനിന്ന് നമുക്ക് അപ്പുറത്ത് ഓപ്പോസിറ്റ് നമ്മുടെ പാകിസ്ഥാനി ഫാമിലി ആട്ടോ. അപ്പോൾ അവർ ഇടയ്ക്ക് നമുക്കിങ്ങനെ അവർ ഉണ്ടാക്കുന്ന ഫുഡാണ്. അപ്പം അതിങ്ങനെ തരുമ്പോഴത്തേക്കും ഇവർക്ക് ഇഷ്ടമാണ്. അപ്പം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് അതിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് ഫില്ലാക്കിയിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ജഗ്ഗിൽ ഫില്ലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ എപ്പോഴും വെള്ളം ചോദിക്കും ഐസയൊക്കെ. അപ്പോൾ ഫില്ലാക്കിയിട്ട് ടേബിളിൽ കൊണ്ടുപോയി വെക്കുക കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു സമയത്ത് ഐസ നല്ല സുഖം ഉറക്കമാണ്. രാത്രി കിടന്നപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ഉറക്കമാണ് ആൾ. പിന്നെ കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ താഴെ അസാന വിടാൻ പോയപ്പോഴത്തേക്ക് ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൻ്റെ ബ്രൗഷേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിങ്ങനെ നോക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നോക്കിയിട്ടൊന്നുമല്ല വാങ്ങുന്നത്, പിന്നെ ഇതിങ്ങനെ ചുമ്മാ നോക്കിയിരിക്കാൻ ഒരു രസം അങ്ങനെയായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കൊതിപ്പിക്കാനായിട്ട് ഇങ്ങനെ കുറേ ഫുഡിൻ്റെ ഇതാട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഐസ് എഴുന്നേറ്റിട്ട് നമ്മൾ രണ്ടാളും ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കുകയാണ്. അപ്പോൾ ദോശ ഇച്ചിരി ഇഷ്ടമായതുകൊണ്ട് തന്നെ അങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പം ഒരു സൈഡിലൊരു ഐസും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സ്ഥിരം ഇതാണ് ജോലി. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ കയറി ഐസ് എടുക്കുക. കഴിക്കില്ല, എവിടെയെങ്കിലും കൊണ്ടുവെക്കുക. അവളിരിക്കുന്നതിൻ്റെ സൈഡിൽ ഒരു ഐസിൻ്റെ ഒരു പീസ് അങ്ങനെ അങ്ങ് വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് പിന്നെ അടുത്ത് ഉച്ചക്കത്തെ പരിപാടിയാണ്. അപ്പോൾ ഐസ് അവിടെ കുറച്ച് നേരം കാർട്ടൂൺ കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ കടല വേവിക്കാനായിട്ട് ഉപ്പും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കടല വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അരി ഇങ്ങനെ കുതിരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് അരമണിക്കൂറോളമൊക്കെ കുതിരാനായിട്ട് ഒരു ഗ്ലാസ്, ഒരു വലിയ ഗ്ലാസ് ആട്ടോ ഞാൻ എടുക്കുന്ന അരി. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഇനിയിപ്പോൾ മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഓയിലിപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ബേ ലീഫ്, ഒരു പട്ട, ഒരു 3-4 കഷ്ണം ഗ്രാമ്പൂ, പിന്നെ 2 ഏലയ്ക്ക, ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 2 സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സവാള നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുക കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു റെസിപ്പി ആട്ടോ. ഇതിപ്പോൾ കടലയൊക്കെ കഴിക്കാത്ത മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവും കേട്ടോ. ബിരിയാണി ആകുമ്പോഴത്തേക്കും കഴിച്ചോളുമല്ലോ. ഇപ്പം ഇവിടെ ചിലപ്പോൾ ഐസ അപ്പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോഴേക്കും അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു, അപ്പോൾ അവർ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഫുഡാട്ടോ. അപ്പം സ്പൈസി ഇവർക്ക് കഴിക്കാനായിട്ട് പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടാളും അങ്ങനെ സ്പൈസി ഫുഡ് കഴിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് എരിവൊക്കെ കുറച്ചിട്ട് ഒന്നുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഇപ്പം സവാളയൊക്കെ നല്ലതുപോലെ വഴഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇനിയിപ്പം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതും പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നല്ലതുപോലെ ഇത് രണ്ടും ഒന്ന് വഴറ്റി എടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 4-5 വിസിൽ വരുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് കടല കുക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഒരു തക്കാളിയാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തക്കാളിയും ഒന്ന് നല്ലതുപോലെ ഒന്ന് മാഷായി ഒന്ന് കുക്കായിട്ടൊക്കെ വരണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മസാല ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണ് തൈര് ഉണ്ടല്ലോ, കട്ട തൈര്, അത് 3 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തൈരും നല്ലതുപോലെ ഉടഞ്ഞു വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അത് എടുക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാരങ്ങ ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കടലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ആണ് എടുക്കുന്നത്. അപ്പം ഞാൻ ബാക്കി കുക്കായ കടല ഫ്രീസറിൽ വെച്ചിരിക്കും. പെട്ടെന്ന് ഹമൂസ് എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലാണ് വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ ആ കടലയൊക്കെ ഈ മസാലയിലൊക്കെ പിടിക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എത്ര അരിയാണോ ആ അരി ഉണ്ടല്ലോ, നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ആ ഒരു അരി ഉണ്ടല്ലോ, ആ ഒരു അരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക കേട്ടോ, ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടായിട്ട്. അപ്പോൾ അതിന് ശേഷം അരി ഇട്ട് കൊടുക്കുവാണ്. ഞാൻ ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 കപ്പോളം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാനൊരു ഗ്ലാസ്സിലാട്ടോ അളന്നെടുക്കുന്നത്. അപ്പോൾ ആ ഒരു അരി കുതിർത്തി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ആ ഒരു അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം മിക്സ് ആക്കണ്ടെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ അരി അതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒന്ന് മിക്സാക്കിയിട്ട് ഫുള്ളൊന്ന് ഈ അരിയിൽ ആ ഒരു മസാലയും കടലയും ഒക്കെ ഒന്ന് കോട്ടാകുന്ന രീതിയിൽ ഫുള്ളൊന്ന് മിക്സാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ഗ്ലാസ് പറഞ്ഞല്ലോ, ആ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇരട്ടിയായിട്ട് 2 ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ട് നമ്മൾ കുക്കാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേ കുക്കായി വന്ന് വെള്ളമൊക്കെ ഡ്രെയിനായ സമയത്ത് ഇതേ കറക്റ്റ് നല്ല പോലെ വെന്ത് നല്ല എന്താ പറയുക ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മക്കൾക്കൊക്കെ ഈ ഒരു കടലയൊക്കെ കഴിക്കാനൊക്കെ ആണെങ്കിലും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഐസാക്ക് ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല, പക്ഷേ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തന്നെ ഇങ്ങനെ സ്പൂണൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പിറകെ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ കടലയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പം താഴെ അസാനെ വിളിക്കാനായിട്ട് പോവാണ്. 12:45 ബസ് വരും. അപ്പം ആളെ വിളിക്കാനായിട്ട് ഞാനും ഐസായും കൂടി താഴേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ലൊരു രക്ഷയില്ലാത്ത ചൂടാട്ടോ. പുറത്തേക്ക് പകൽ സമയത്ത് ഇറങ്ങാമെന്ന് പറയുന്നത് നല്ല ചൂടാണ്. അപ്പോൾ ഐസാനെ പിന്നെ ഞാൻ താഴേക്ക് ഇറക്കില്ല, പിന്നെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ബസ് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങും, വിളിച്ചിട്ട് ഇങ്ങ് കയറുക കേട്ടോ. നല്ല ചൂടാണ്. അപ്പം ആസാനൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം തിരിച്ച് നമ്മളിപ്പം പിന്നെ റൂമിലേക്ക് പോവാം കേട്ടോ. ഇപ്പം പോകുമ്പോഴേക്കും അപ്പുറത്ത് ഇൽഹാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമമാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് ഓടിക്കളിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ച് അവിടെ നിന്ന് ഓടിയൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫുഡ് കൊടുക്കുവാണ്. ഫുഡ് കൊടുത്ത് കുറച്ച് നേരം അവിടെ കാർട്ടൂണൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കിടത്തി ഉറക്കും കേട്ടോ. അപ്പം ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിപ്പോൾ ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് വേണ്ടിയിട്ട് മല്ലിയിലയും പിന്നെ ഇഞ്ചിയും കുറച്ച് തൈരും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു ചട്നിയും കൂടി തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒരു ചട്നിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇത് നമ്മുടെ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി ഉണ്ടല്ലോ, അതാണ്. അപ്പം ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നല്ലൊരു കോമ്പിനേഷനായിരുന്നു. ആ ഒരു ചമ്മന്തി ഈ ഒരു ബിരിയാണീൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനായിരുന്നു. അപ്പം എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഇന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് പെട്ടെന്ന് മക്കൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. ബൈ, അസ്സലാമു അലൈക്കും.